എല്ലാവർക്കും നമസ്കാരം. സാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീകാന്ത് സാറ്. അപ്പോൾ നമ്മൾ എഴുത്തച്ഛൻ്റെ കണ്ണാടി കാൺമോളോ എന്നുള്ള ഒരു പാഠഭാഗമാണ് അല്ലേ, കവിതയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഭാഗം അല്ലേ നമ്മൾ പറഞ്ഞ് ഒന്ന് നിർത്തിയിരുന്നു. ഏതാണെന്ന് ഓർക്കണുണ്ടോ നിങ്ങൾ? അപ്പോൾ ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള കുഞ്ഞുമായിട്ട് കടന്നു ചെല്ലുകയാണ്. കണ്ണുമഹർഷിയുണ്ട് കൂടെ അല്ലേ. അവിടെ ചെന്നിട്ട് പറയുകയാണ്, അങ്ങനെ സ്വീകരിക്കണം, ഞാൻ അങ്ങയുടെ പത്നിയാണ് അല്ലേ, ഭാര്യയാണ്, ഇത് അങ്ങയുടെ കുഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദുഷ്യന്തൻ എന്താ പറയുന്നത്? എനിക്ക് ഇതൊന്നും വിശ്വാസമില്ല, നീ എന്താണ് കുലസ്ത്രീകൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല, നീ ഒരു കുലസ്ത്രീയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നീ പണവും സ്വർണമൊക്കെ മോഹിച്ചാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടുന്നതിലധികം സ്വർണവും പണവും ഒക്കെ നൽകാം, അതൊക്കെ സ്വീകരിച്ച് നീ വേഗം പൊക്കോണം, സ്ഥലം വിട്ടോണമെന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ്, പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പൊയ്ക്കൊള്ളണം, നിന്നിനി കാലം കളഞ്ഞിടായി വെറുതെ നീ വെറുതെ നിന്ന് സമയം കളയണ്ട, നിനക്ക് നിൻ്റെ ഈ തരുന്നത് മേടിച്ച സ്വർണ്ണ ആഭരണങ്ങളൊക്കെ ആയിട്ട് നിനക്ക് നിൻ്റെ വീട്ടിൽ പോവാം, നീ വെറുതെ നിന്ന് ഒരുപാട് കഥയൊന്നും ഇവിടെ പറയണ്ട അല്ലേ, നിൻ്റെ കഥ കേൾക്കാനൊന്നും ഞങ്ങൾക്ക് ഇവിടെ സമയവും ഇല്ലയെന്ന് ആര് പറയുകയാണ്? ദുഷ്യന്ത മഹാരാജാവ് പറയുകയാണ്. കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ നിന്നെ കാണുക ഇച്ഛയില്ല. എന്താ, കോകില നാരി പോലെ നീ പരഭൃതയല്ലോ. അതിനൊരു കാര്യമുണ്ട്. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ ഒരു വർണ്ണന രീതിയാണ്. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് മറ്റൊരു ഉപമകളും കൂടെ ഏതെങ്കിലും പ്രകൃതിയിലുള്ള ഒരു വസ്തുവിനെയും കൂടെ കൂട്ടി ചേർത്ത് ആയിരിക്കും കാര്യം പറയുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? കോകില നാരി പോലെ, കോകിലെന്ന് പറഞ്ഞ കുയില്, നീ പരഭൃതയല്ലോ. എന്താണ്, നീ കുയിലിനെ പോലെ പരഭൃതയാണ്. നീ എവിടെയാണ്? കുയിലുകൾ എവിടെ മുട്ടയിടുന്നത്? കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത് അല്ലേ. അപ്പോൾ കുയിൽ മുട്ടയിട്ട് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വിരിയിച്ച് അതിനെ വളർത്തിക്കൊണ്ട് വരുന്ന കാക്കയാണ്. പിന്നെ അതിനുശേഷം വളർന്നു വരുമ്പോഴാണ് കുയിൽ അതിനെ സ്വീകരിക്കുക. അതുപോലെ നീ എന്താണ്, മറ്റൊരാളാൽ വളർത്തപ്പെട്ടവളാണ് അല്ലേ. കണ്ണുമഹർഷിയുടെ ആശ്രമത്തിലാണ് നീ വളർന്നത്. നിന്റെ ശരിക്കിനും അച്ഛനും അമ്മയും വിശ്വാമിത്രനും മേനകയുമാണ് അല്ലേ. പക്ഷെ അവർ നിന്നെ ഉപേക്ഷിച്ച് പോയി. പക്ഷെ വളർത്തിയതാരാ? നമ്മുടെ കണ്ണുമഹർഷിയാണ്. അപ്പോൾ വളർത്തിയത് കണ്ണുമഹർഷിയാണ്. അതുപോലെ അത് എന്തുകൊണ്ടാണ്? കുയില് കാക്കയുടെ കൂട്ടിൽ മുട്ടയിട്ട് അതിനെ തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെയാണ് നിന്നെ വളർത്തിയത്. നിന്റെ അച്ഛനും അമ്മയും ഒന്നും ശരിക്കൊന്നും നോക്കിയിട്ടില്ല, വളർത്തിയിട്ടില്ല. നിന്നെ വളർത്തിയത് മറ്റൊരാളോ, ഒരു വളർത്തച്ഛനാണ് അല്ലേ. അതുകൊണ്ട് നീ പരഭൃതയാണ്, നീ കുയിലിനെ പോലെ തന്നെ അല്ലേ, പരഭൃതയാണ്. അതുകൊണ്ട് പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. അതുകൊണ്ട് നീ വേഗം തന്നെ പൊയ്ക്കൊള്ളുക. നിന്നെ കാണാൻ എനിക്ക് ഒരു താല്പര്യമില്ല, നീ പറയുന്നൊന്നും കേൾക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് നീ തരുന്നത് എല്ലാം മേടിച്ചുകൊണ്ട് സ്വർണവും പണവും ഒക്കെ ആയിട്ട് നീ പോകുക. നിനക്ക് എത്ര വേണമെന്ന് നീ ചോദിച്ചാൽ മതി, നീ എത്ര ചോദിച്ചാലും അതിലധികമായിട്ട് തരാം, കൂടുതൽ വേണേൽ തരാം പറയുകയാണ്. അതുകൊണ്ട് നീ വേഗം വീട്ടിലേക്ക് പൊക്കോണം അല്ലേ. അതിന് പറയുന്ന കാര്യമാണ്, കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ നിനക്ക് കാണുകയിൽ ഇച്ഛയില്ല. നീ കുയിലിനെ പോലെ അല്ലേ, കുയിലിൻ്റെ അവസ്ഥ പോലെയൊക്കെ തന്നെയാണ് നിൻ്റെ അവസ്ഥ. നിൻ്റെ അച്ഛനമ്മമാർ കുയിലിനെ പോലെ കാക്കക്കൂട്ടിൽ കൊണ്ടെയാണ് എന്താണ് കുയില് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ ഏൽപ്പിക്കുന്ന, കാക്കിനെ ഏൽപ്പിക്കുന്ന പോലെയാണ് നിൻ്റെ അച്ഛനമ്മമാർ കണ്ണുവിനെ നിന്നെ ഏൽപ്പിച്ചത് അല്ലേ. അവർ നിന്നെ ഇട്ടേച്ചങ്ങ് പോയി. ആശ്രമത്തിലാണ് നീ വളർന്നത്, നിനക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നിനക്ക് എന്തും വന്ന കൊട്ടാരത്തിൽ പറയാവുന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട് അല്ലേ. അതുകൊണ്ട് നീ ഈ പറയുന്നൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നിനക്ക് എന്താണ് വേണ്ടത്, സ്വർണമോ പണമോ എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കൊണ്ട് നീ വേഗം സ്ഥലം വിട്ടു പോകാനായിട്ട് പറയുകയാണ്. ഇത്രയും പറഞ്ഞ ശേഷം സുന്ദരി ശകുന്തള പിന്നെയും മുര ചെയ്താൾ, നിന്നാവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും. ഇതൊക്കെ പറഞ്ഞതാരാ? ദുഷ്യന്ത മഹാരാജാവാണ് ശകുന്തളയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ട ശേഷം ശകുന്തള ചെറുതായിട്ടൊന്ന് ചിരിച്ചു, ഒരു മന്ദഹാസം ഒന്ന് ചിരിച്ചു കേട്ടോ, ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ടായി. എന്നിട്ടോ സുന്ദരി അല്ലേ, ശകുന്തള വളരെ സുന്ദരിയാണ്. അവള് എന്ത് പറഞ്ഞു? പിന്നെയും മുര ചെയ്താൽ, പിന്നെയും പറഞ്ഞു നിന്നാവാണികൾ, അങ്ങനെ തന്നെ നിന്ദിച്ച് അല്ലേ. ഇത്രയും ആളുകൾ രാജസദസ്സില് മറ്റു രാജാക്കന്മാരുണ്ട്, മന്ത്രിമാരുണ്ട് അല്ലേ, ജനങ്ങളുണ്ട്, ഇവരൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരുപാട് ആളുകൾ കേൾക്കെ ഒരു രാജാവ് പറയുകയാണ്, എന്താ നിന്ദാവാചികൾ, അവളെ നിന്ദിക്കുന്ന പോലെ അല്ലേ, അവളെ അവിടെ അഭിമാനത്തിന് മുറിവേൽക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവള് പെട്ടെന്നൊന്നും കോപാകുലയാകാതെ വളരെ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു മന്ദഹാസത്തോടു കൂടി ഒരു ചെറിയ ചിരിയൊക്കെ ഉണ്ടായി അല്ലേ, മുഖത്തൊക്കെ ഒന്ന് വിരിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കടുക് മണി മാത്രമുള്ളൊരു പരദോഷമുടനെ കാണുന്നു നീ. അല്ലേ, എന്താ സംഭവം? കടുകുമണി
മാത്രമുള്ളൊരു പരദോഷം ഉടനെ കാണുന്നു നീ നിന്നുടെ ദോഷം പിന്നെ. നീ എന്താണ് കടുകുമണിയോളം പോന്ന മറ്റുള്ളവരുടെ ദോഷം മാത്രമേ നീ കാണുന്നുള്ളൂ. നീ എന്താ ചെയ്യുന്നത്? നീ നിന്റെ ദോഷം, നിന്റെ തെറ്റുകളൊന്നും നീ കാണുന്നില്ല. നിന്റെ തെറ്റ് എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ ഇവിടെ വന്ന് ചുമ്മാതൊന്നും പറഞ്ഞൊന്നും അല്ല. ഇത് ഞാൻ നിന്റെ ഭാര്യയാണെന്നും ഇത് നിന്റെ മകനാണെന്നൊന്നും വെറുതെ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇവിടെ. പക്ഷെ നീ എന്താണ് അത് മനസ്സിലാക്കാതെ വായി തോന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? കടുക് കിൻമണി മാത്രമുള്ള ഒരു പരദോഷം, കടുകിന്റെ അത്രയും മാത്രമുള്ള ഒരു കുഞ്ഞ് ചെറിയൊരു ഭാഗം നിന്നെ ഒന്ന് ആരെങ്കിലും ഒന്ന് വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് അപ്പൊ തന്നെ നീ അങ്ങ് പേടിച്ച് അങ്ങോട്ട് ബാക്കിയുള്ളവരെല്ലാം കള്ളന്മാരാണ് കള്ളികളാണെന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല. കടുകിന് കിൻമണി മാത്രമുള്ള ഒരു പരദോഷം ഉടനെ കാണുന്നു നീ നിന്നുടെ ദോഷം പിന്നെ. നീ നിന്റെ ദോഷം, നിന്റെ തെറ്റാണെന്ന് എന്താണെന്ന് നീ ആദ്യം മനസ്സിലാക്കുക അല്ലേ? നീ ചെയ്യുന്നത് ശരിയാണ്, നീ പറയുന്നതെല്ലാം ശരിയാണോ? നീ ആലോചിക്കാറുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ ഉടനെ അതിനകത്ത് സത്യമുണ്ടോ അല്ലേ, അതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ആലോചിക്കാതെ അവർ പറയുന്നതെല്ലാം കള്ളമാണ്, നീ പറയുന്നത് മാത്രമാണ് ശരി എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ അത് ശരിയാണോ? ഒരു രാജാവിന് ചേർന്ന ഒരു നീതിയാണോ ഇത്? അതാണ് ഒരു രാജാവ് പറയേണ്ടത്. ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നീ ഒന്ന് പറ അല്ലേ? രാജാവിനോട് ആര് ചോദിക്കുക? ആരാ ചോദിക്കുന്നേ? ശകുന്തള ചോദിക്കുക അല്ലേ? ശകുന്തള ഇങ്ങനെ കോപത്തോടു കൂടിയാണോ? അല്ല, പതുക്കെ വളരെ സമാധാനത്തോടു കൂടി ഒരു പക്വതയോടു കൂടി അല്ലേ അവള് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചു ഒതുക്കുകയാണ്. ചെറിയ തെറ്റുകൾ എനിക്കുണ്ട്, എന്നെ കടുകുമണിയോളം പോകുന്ന എൻ്റെ തെറ്റിനെ കുറിച്ച് നീ പറയാതെ നിന്റെ ഭാഗത്തുള്ള ആ തെറ്റിനെ കുറിച്ച് നീ എന്താ ആലോചിക്കാത്തത്? കണ്ടാലും ഗജമാത്രം കാണുന്നില്ലേതു മധു, പണ്ഡിതന്മാർക്ക് പോലും ഉള്ളൊരു ശീലം അത്രേ. എന്താ അത്? നിന്റെ കുഴപ്പമൊന്നും അല്ല അല്ലേ? എന്താ എന്തുകൊണ്ടാ? കണ്ടാലും നീ മനസ്സിലാക്കിയാലും ഗജമാത്രം, ആനയോളം അല്ലേ, ആനയോളം പോകുന്ന തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടായാലും അറിവുള്ളവർ പണ്ഡിതന്മാരെന്താ അതൊന്നും മനസ്സിലാക്കാതെ ചെറിയ തെറ്റുള്ളവരെ, ഒരു കുഞ്ഞു തെറ്റ് മതി, ഒന്നാരം തന്നെ അവരുടെ ആ ഒരു പക്ഷത്തേക്ക് ആ കുറ്റം മൊത്തം അങ്ങ് എടുത്തു വെക്കും അല്ലേ? അവരാണ് തെറ്റ് മുഴുവൻ ചെയ്തത്. ഞങ്ങളുടെ ഭാഗത്ത് എന്നാ വലിയ തെറ്റുണ്ടായാലും അതൊന്നും അവർ കണ്ടുകൊണ്ട് കാണത്തില്ല. ആനയോളം പോർന്ന തെറ്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഉള്ളൊരു ശീലമാണ് എന്താ? അറിവുള്ളവരുടെയൊക്കെ ഒരു ശീലമാണ് അവരുടെ തെറ്റ് കാണാതെ മറ്റുള്ളവരെ ഇങ്ങനെ തെറ്റുകാരാക്കി ചിത്രീകരിക്കുന്ന ഒരു രീതി അല്ലെ, തെറ്റുകാരായി കാണുന്ന ഒരു സ്വഭാവം അവർക്കുള്ളതാ. പണ്ഡിതന്മാർ അറിവുള്ളവർക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. അതാ നീയും കാണിച്ചത് അല്ലേ രാജാവെ? അങ്ങും കാണിച്ച് ഇതൊക്കെ തന്നെയാ. എന്താണ് അങ്ങ് എൻ്റെ ഈ ഒരു എൻ്റെ ശരിയോ തെറ്റോ എന്നറിയാതെ ചുമ്മാ എന്നെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത്. പക്ഷെ അങ്ങയുടെ ഭാഗത്ത് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ശരിയോ തെറ്റോ ഉണ്ടോ എന്നറിയാതെ, അത് അന്വേഷിക്കാതെ അങ്ങയുടെ ഭാഗം മാത്രം ന്യായീകരിച്ച് സംസാരിക്കുന്നത് ശരിയാണോ? അങ്ങയുടെ ഭാഗം മാത്രമാണോ ശരി? ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ കേൾക്കാനുള്ള ഒരു മനസ്സ് അങ്ങേക്ക് ഉണ്ടാകേണ്ടതല്ലേ? കണ്ടാലും ഗജമാത്രം കാണുന്നില്ലേതും അത് പണ്ഡിതന്മാർക്ക് പോലുള്ളൊരു ശീലം അത്രയ്ക്ക്. ആനയോളം പോകുന്ന തെറ്റ് തൻ്റെ ഭാഗത്തുണ്ടായാലും അതൊന്നും കാണത്തില്ല. കടുകുമണിയോളം പോകുന്ന ഒരു കുഞ്ഞു തെറ്റ് കണ്ട് അതിനെ പുറകെ പോകും. അതാണ് ഈ അറിവുള്ളവരുടെ ഒരു സ്വഭാവം. അവർക്കൊക്കെ അവരുടെ ഒരു പതിവ് തന്നെ അതാണ് അല്ലേ? അവരങ്ങനെയുള്ളൂ, ശീലിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം. പക്ഷേ ദുഷ്യന്ത മഹാരാജാവെ അങ്ങ് ഓർക്കണം അല്ലേ, ശകുന്തളയെ പറയുന്നത് അങ്ങ് ഓർക്കണം, നിന്നുടെ ജന്മത്തെക്കാൾ നീ രാജാവായിരിക്കാം അല്ലേ, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരിക്കും, അങ്ങേക്ക് എല്ലാ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട്, നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം. പക്ഷെ ഒരു കാര്യം ഓർത്തോ, അങ്ങയുടെ ജന്മത്തെക്കാളൊക്കെ വളരെയേറെ മികച്ചതാണ്, ശ്രേഷ്ഠമാണ് എൻ്റെ ഈ ജന്മം. ഞാൻ അങ്ങേക്കൊന്നും അവകാശപ്പെടാത്ത അത്രയ്ക്ക് യോഗ്യയാണ് ഞാൻ. മന്നിടത്തിങ്കിൽ നിനക്ക് ചരിക്കാമോ അല്ലേ, മന്നിടത്തിങ്കൽ ഇങ്ങൽ എന്നീ നിനക്ക് ചരിക്കാമോ. എന്താണ്? നിന്റെ പിതാക്കന്മാരോ മാതാവിൻ്റെ ഒന്നും യോഗ്യതയല്ല ഞാൻ. എന്താണ്? വിശ്വാമിത്ര മഹർഷിയുടെ പുത്രിയാണ് ഞാൻ, കണ്ണുനാൽ വളർത്തപ്പെട്ടവളാണ് അല്ലെ, കണ്ണു മഹർഷിയാണ് എന്നെ വളർത്തിയത് അല്ലേ. താമസ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലെ, എല്ലാവരും പേര് കേട്ടാൽ തന്നെ പേടിക്കുന്ന അല്ലെ, ഒരു മാത്ര കോപം കൊണ്ടാൽ എല്ലാവരെയും ശപിച്ച് ഭസ്മമാക്കാൻ കഴിയുള്ള ആ വിശ്വാമിത്രന്റെ പുത്രിയാണ് ഞാൻ. അതോടൊപ്പം എന്താണ്? സുന്ദരിയായിട്ടുള്ള സ്വർലോക നർത്തകിയായ മേനകയുടെ പുത്രിയുമാണ്. അതുകൊണ്ട് അങ്ങേക്കാലൊക്കെ ഒരുപാട് മുകളിലാണ് എൻ്റെ സ്ഥാനം. അങ്ങ് ചുമ്മാതൊന്നും എന്നോട് വലിയ വർത്താനൊന്നും പറയണ്ട, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങ് എന്നോട് സംസാരിക്കാനെന്ന് ആര് പറയുന്നു? ശകുന്തള പറയുകയാണ്. എന്നിട്ടോ നിന്നുടെ ജന്മത്തെക്കാൾ അല്ലെ, നിന്നുടെ ജന്മത്തെക്കാളൊക്കെ ഒരുപാട് മികച്ചതാണ് എൻ്റെ ജന്മം, ശ്രേഷ്ഠമാണ്. മഞ്ഞിടത്തെങ്കിൽ എന്നീ നിനക്കു ചരിക്കാമോ, മേദിനിയിലും പുനരന്തരീക്ഷത്തിലും നിനക്കെന്താ ഒറ്റ ഗുണം, നിനക്ക് ഈ ഭൂമിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ അല്ലേ, നിനക്ക് ഭൂമിയിൽ രാജാവാണ്, നിനക്ക് ആ രാജകീയമായിട്ടുള്ള സുഖത്തോടു കൂടിയൊക്കെ നടക്കാം, ജീവിക്കാം അല്ലെ, രഥത്തിൽ നടക്കാം, കുതിരപ്പുറത്ത് കയറാം, അതൊക്കെ നടക്കാം. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാവോ? എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. മേദിനിയിലും
പുനരന്തരീക്ഷത്തിങ്കിലും ആകാശത്തും അന്തരീക്ഷത്തിലും ഭൂമിയിലും എല്ലാം എനിക്ക് നടക്കാമടോ. എനിക്കെന്താ മണ്ണിൽ മാത്രമല്ല ആകാശത്തും അന്തരീക്ഷത്തിലും ഒക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്ക് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കഴിവ് എനിക്കുണ്ട്. രാജാവായ അങ്ങേക്കുണ്ടോ ഇത്? അങ്ങേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഗുണമുണ്ടോ? അങ്ങ് പറ. അങ്ങേക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഗുണങ്ങളുണ്ടെങ്കിൽ അങ്ങ് പറ. അങ്ങേക്ക് മണ്ണിൽ അല്ലെ ഭൂമിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ, യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആകാശത്തും അന്തരീക്ഷത്തിലും ഭൂമിയിലും ഒക്കെ ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ കഴിവുള്ളവളാണ് ഞാൻ. അതുകൊണ്ട് ഭേദവും നമ്മിൽ എത്ര ഭാരമുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ തമ്മിൽ വളരെയേറെ അകലമുണ്ട്, വളരെയേറെ വ്യത്യാസമുണ്ട് എല്ലാ കാര്യത്തിലും. സാരജ്ഞനല്ലൊട്ടും ഓർത്തോളം ദാത്രീശ ഭവൻ. അതിനെക്കുറിച്ച് പക്ഷേ അങ്ങേക്കൊരു ബോധ്യമില്ല. സാരജ്ഞനല്ല, അങ്ങ് അതിനെക്കുറിച്ചൊന്നും ബോധവാനല്ല. അങ്ങേക്ക് അങ്ങയുടെ കഴിവുകേടിനെ കുറിച്ചോ ഒന്നും അതിനേക്കറിയില്ല. അങ്ങ് രാജാവാണ്. അങ്ങ് പറയുന്നതെല്ലാം എല്ലാവരും കേൾക്കണം. അങ്ങ് പറയുന്നത് മാത്രമാണ് സത്യവും എല്ലാവരും ധരിച്ചോണം. പക്ഷേ അങ്ങ് ഓർക്കണം, അങ്ങേക്കാളും ഗുണമുള്ളവളാണ് ഞാൻ. എനിക്ക് ഭൂമിയിലും മാത്രമല്ല ആകാശത്തും അന്തരീക്ഷത്തിലും ഒക്കെ സഞ്ചരിക്കാം. അതോടൊപ്പം അങ്ങേക്കതറിയില്ല. അങ്ങ് ആരാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊന്നും അങ്ങ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഭേദവും നമ്മിൽ എത്ര ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? ചെറിയ വ്യത്യാസമൊന്നുമല്ല. നമ്മൾ തമ്മിൽ ഒരുപാട് അകലമുണ്ട് അല്ലേ? അങ്ങേപോലെ എന്നെ കാണേണ്ടതില്ല. അങ്ങേക്കാലൊക്കെ ഒരുപാട് മുകളിലാണ് ഞാൻ, ഒരുപാട് മേലെയാണ് ഞാൻ. എന്നിട്ടോ ചേതസ് വിചാരിക്കുക ഭൂപതി തിലകമേ, ഭേദവും നമ്മിൽ എത്ര പാരമുണ്ടെന്ന് ഓർക്കണം. എന്തോരം വ്യത്യാസമുണ്ട്. കാര്യങ്ങൾ പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് അല്ലെ? ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഞാനിപ്പോൾ ഒരുപാടൊന്നും പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ നമ്മിലുണ്ട്. അതുകൊണ്ട് ചേതസി മനസ്സിൽ അങ്ങ് വിചാരിക്കുക ഭൂപതി തിലകമേ, ഭൂമിയുടെ മുഴുവൻ സംരക്ഷകനായിട്ടുള്ള രാജാവേ, ഭൂമിയുടെ തിലകമായിട്ടുള്ളവനെ അല്ലയോ രാജാവേ, അങ്ങ് ഭൂമിയുടെ മാത്രം സംരക്ഷകനായിട്ടുള്ള അങ്ങ് ഓർക്കണം. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങേക്കാലൊക്കെ ഒത്തിരി കഴിവുള്ളവളും ഗുണമുള്ളവളൊക്കെ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് രാജാവായ അങ്ങ് ഓർക്കണം. എന്നിട്ട് ഇവിടെ എഴുത്തച്ഛൻ പറയുന്ന ഒരു വർണ്ണനാ രീതിയുണ്ട്. അപ്പൊ എഴുത്തച്ഛൻ്റെ ഞാൻ പറഞ്ഞിരുന്നു പ്രകൃതിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയൊക്കെ എഴുത്തച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഉപമ പോലെയൊക്കെ പറയാറുണ്ട്. ഒരു താരതമ്യം ചെയ്ത് പറയുന്ന ഒരു രീതി എഴുത്തച്ഛനുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. അല്ലെ, വലിയൊരു ആശയമാണ് എഴുത്തച്ഛൻ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. എന്താ പറയുന്നേ? ശകുന്തള പറയുന്നൊരു ഭാഗമാണ് കണ്ണാടി കാണുമ്പോൾ. അപ്പം നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ മുഖം നമ്മൾ കാണുന്നത് അല്ലേ? നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യവും അല്ലെ, നമ്മുടെ കണ്ണുകൾ, മുഖം അല്ലേ, ചെവി, ഇതെല്ലാം കാണുന്നത് ഈ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് അവിടെ ഇരുന്നാൽ നമ്മൾ ഒരുങ്ങുന്നത്. നമ്മൾ സ്കൂളിലോട്ടൊക്കെ വരുമ്പോൾ ഈ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കുറേ നേരം ഒരുങ്ങിയിട്ടൊക്കെയാണ് വരുന്നത് അല്ലേ? പുറത്തിറങ്ങുന്നവരൊക്കെ നമ്മളെ ഏത് രീതിയിൽ കാണുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഈ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ കാണുന്നത് ഈ കണ്ണാടിയിലാണ് അല്ലേ? അപ്പോൾ ഈ സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നവർ കണ്ണാടി കാണുമ്പോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും വിരൂപന്മാർ. വിരൂപരായിട്ടുള്ളവർ പോലും വിചാരിക്കും തങ്ങളുടെ മുഖം കുഴപ്പമില്ല, ഞങ്ങളാണ് സുന്ദരിയൊക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് കണ്ണാടി കാണുന്നവരേ ഉള്ളൂ. കണ്ണാടി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും നമ്മളൊന്നും വലിയ സുന്ദരിയൊന്നും അല്ല അല്ലേ? കണ്ണാടി കാണുന്നത് വരേ ഉള്ളൂ ഈ സൗന്ദര്യം. താനാണ് വലിയ കേമിന്നൊക്കെയുള്ള അല്ലേ, വലിയ ആളെന്നൊക്കെയുള്ള ഒരു ചിന്ത കണ്ണാടി കാണുന്നവരേ ഉള്ളൂ. നമുക്ക് അല്ലെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ഉണ്ട് അല്ലേ, സൗന്ദര്യമുള്ളവരുണ്ട് എന്നൊക്കെ നമുക്ക് ആ കണ്ണാടി കാണുമ്പോൾ മനസ്സിലാകും. നമുക്ക് ഇത്രയൊക്കെ സൗന്ദര്യമുള്ളൂ, നമുക്ക് ഇത്രയൊക്കെ പരിമിതിയുണ്ട്, നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ, എത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എപ്പോഴാ? കണ്ണാടി കാണുമ്പോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാര് പോലും എന്താ തങ്ങളുടെ മുഖം വളരെ നല്ലതാണെന്ന് വിചാരിച്ചിരിക്കുന്നവർ പോലും കണ്ണാടി കാണുമ്പോൾ മാത്രമേ ഉള്ളൂ തൻ്റെ മുഖത്തിനുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ കുറവ് അല്ലേ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കത്തുള്ളൂ. എന്താണ്? മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും. എന്താണ് പിന്നെ ഒരു പ്രശ്നം ഇവിടെ? മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും, മുറ്റും തന്നുടെ കുറ്റമോർക്കുകയില്ല. എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം 24 മണിക്കൂറല്ലേ മറ്റുള്ളവരുടെ കുറ്റം പറയാനേ നമുക്ക് നേരെ ഉള്ളൂ. നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ടെന്ന് നമ്മൾ വിചാരിക്കാറുണ്ടാ, ചിന്തിക്കാറുണ്ടാ? ഇല്ലല്ലേ? അപ്പോൾ അത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. എന്താ? അവനവൻ്റെ കുറ്റം എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് അവരുടെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും, മുറ്റും തന്നുടെ കുറ്റം ഓർക്കുകയില്ല. എന്നാ തങ്ങളുടെ കുറ്റമൊന്നും ആരും പറയത്തില്ല. തങ്ങളുടെ കുറ്റം എന്താണെന്ന് ഏറ്റവും കുറവ് ചിലപ്പം ഈ കുറ്റം പറയുന്നവർക്കായിരിക്കും. അവർ വിചാരിക്കുന്നില്ല തങ്ങളെക്കാൾ കേമന്മാരാണ് മറ്റുള്ളവരെന്ന്. പക്ഷേ മറ്റുള്ളവരുടെ കുറവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കുറവിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ഓർക്കുന്നേയില്ല.
അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇവിടെ? മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റം പറഞ്ഞിടും മുറ്റും തന്നുടെ കുറ്റമോർക്കുകയില്ല. കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല നമ്മുടെ ഗുണങ്ങളാൽ. അപ്പോൾ കുറ്റമില്ലാത്ത ജനം കുറ്റമുള്ളവരെയും എന്താണ് ഒരു കുറ്റവും പറയാതിരിക്കുന്നവർ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പോലും ആ തെറ്റിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല അല്ലേ? അവർ വലിയ ചെറിയ തെറ്റ് കണ്ടാൽ പോട്ടെ, അത് വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അറിവുള്ള ആളുകളൊക്കെ അത് ക്ഷമിക്കും. അതിനൊന്നും വലിയ കാര്യമാക്കിയിട്ട് ഈ കുറ്റമൊന്നും വലുതായിട്ടില്ലാത്തവരൊന്നും കാര്യമാക്കത്തില്ല. പക്ഷേ ഒരുപാട് കുറ്റങ്ങളുള്ളവരെ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നത് അത് നല്ലൊരു രീതിയാണോ? അല്ലല്ലേ? അപ്പോൾ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകണമെങ്കിൽ എന്താ? നല്ല കാര്യങ്ങൾ പറയണമെന്നിവിടെ എഴുത്തച്ഛൻ പറയുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.